ഹായ് മക്കളെ. അപ്പോഴേ അമ്മ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പം അമ്മ ഇറങ്ങട്ടെ. അപ്പോഴേ നമ്മളിതാ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വന്നേക്കുവാണ്. അപ്പം അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ആ അമ്പലക്കുളത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അമ്പലക്കുളത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, സൂപ്പർ അമ്പലക്കുളം. അപ്പോൾ അമ്പലക്കുളത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അമ്പലക്കുളത്തിലെ മീൻ കാണണ്ടേ? ഇതാണ് കൊട്ടാരക്കര അമ്പലത്തിലെ മീൻ. കണ്ട, ഇഷ്ടം പോലെ മീനാണ്ടാ. നല്ല അടിപൊളി മീൻ. കണ്ട, സൂപ്പർ മീൻ. എല്ലാവരും കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വരുമ്പോൾ അമ്പലക്കുളത്തിലെ മീൻ കാണാതെ പോകരുത് കേട്ടോ. അടിപൊളി മീനാണേ. അമ്മേ രാവിലെ ഗണപതി അമ്പലത്തിൽ പോയായിരുന്നു, കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ. അപ്പോൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അമ്മയുടെ മാമൻ്റെ വീട്ടിൽ കയറി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തന്നതാണേ. ഇത് കുറേ ഉണ്ടായിരുന്നു. അത് കുറച്ച് തമ്മ വേര് വെച്ചേ. ചേമ്പ് കണ്ടോ, കുറേ ചേമ്പ്. പിന്നെ ഇത് നീലക്കാച്ചിലാട്ടോ, നീലക്കാച്ചിൽ. ആ കിളിച്ച് വരുന്നുണ്ടോ, നീലക്കാച്ചിൽ. പിന്നെ ഇത് ചേമ്പിൻ്റെ തണ്ട നല്ലതാണ്. കറി വെക്കാനൊക്കെ കുഴിമാനൊക്കെ നല്ല. അപ്പോൾ ഇത്രയും തന്നെ. അപ്പം നമുക്ക് ചോറ് കഴിക്കണ്ടേ, ചോറ് കഴിക്കാം. എന്നിട്ട് വരുന്ന വഴിക്ക് നമ്മൾ മാർക്കറ്റിൽ കയറിയായിരുന്നു. മാർക്കറ്റിൽ നിന്ന് കൊഞ്ച് ചായ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കറി വെച്ചിട്ടുണ്ടേ. കൊഞ്ച് ഇതണ്ടേ, തേങ്ങ അരച്ച് മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ ഇട്ട് കൊഞ്ച് തേങ്ങ അരച്ച് കറി വെച്ചതും, പിന്നെ നമ്മുടെ ചോറ്, പിന്നെ ചാള, വലിയ ചാളയായിരുന്നു കേട്ടോ, അത് വറുത്ത്. പിന്നെ ചേമ്പില്ലായിരുന്നു, ചേമ്പും മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് അവിയൽ വെച്ച്. ഇത് ഇന്നലത്തെ പുളിശ്ശേരി. അപ്പോൾ ഇത്രയാണ് ഉച്ചക്കത്തെ ആഹാരം. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ പോവാണ്. അപ്പം എല്ലാ മക്കളും ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പം അമ്മ കഴിക്കട്ടെ. അപ്പോഴും ചോറൊക്കെ കഴിച്ച് ചെന്നിട്ട് 3 മണിയായിട്ട് നല്ല ആ മാമൻ്റെ വീട്ടിൽ നല്ല പഴുത്തൊക്കെ പപ്പായ കൊണ്ടുവന്നേ. ഭയങ്കര മധുരം. അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും ഞാനിവിടെ അതൊന്ന് കഴിക്കുക. നല്ല മധുരമുള്ള സൂപ്പർ കപ്പായ കേട്ടോ. അപ്പം ഞങ്ങളത് കഴിക്കുക. അപ്പോഴേ രാത്രി ചോറൊക്കെ കഴിച്ച് നമ്മൾ പുതിയ പടം റിലീസ് ചെയ്തിട്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ പുതിയ പടം റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ കൊല്ലം ബിഷപ്പ് ജെറോമിലോട്ട് പോവുക. അവിടെ ചെന്നിട്ട് അമ്മ സിനിമയുടെ എൻട്രി കാണിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ടാറ്റ പറയും. അപ്പോഴും ഞാൻ കൊല്ലം ബീച്ചിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൊല്ലം ബീച്ചിൽ വന്നിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു അപ്പൂപ്പ ഉണക്കമീൻ കച്ചവടം ചെയ്യുന്നുണ്ട്. നല്ല ഉണക്കമീനുണ്ട് കേട്ടോ. ഉലുവാച്ചി ഉണങ്ങിയതുണ്ട്, അയലയുണ്ട്, ചീല ഉണ്ട്. നല്ല നന്നൽ ഉണങ്ങിയതുണ്ട് കേട്ടോ. നല്ല നന്നൽ ഉണക്കിയതുണ്ട്. 50 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഉണക്കമീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കൊല്ലം ബീച്ചിൽ വരുന്നവർ ഈ അപ്പൂപ്പൻ്റെ അടുത്ത് വന്ന് തീർച്ചയായിട്ടും ഉണക്കമീൻ വാങ്ങണം കേട്ടോ.